എക്സ്പോയിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉസ്താദിൻ്റെ 1960കളിലുള്ള ആ തറവാട് വീടിലാണ്. എക്സ്പോ അവസാനിക്കുന്നത് അടുത്തതായിട്ട് ആരായിരിക്കും മഅദിനിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടുക, ആരായിരിക്കും മഅദിനിൻ്റെ ആദ്യത്തെ IAS സന്തതി എന്നുള്ള ചോദ്യത്തോടു കൂടെയാണ് എക്സ്പോ അവസാനിക്കുന്നത്. ആ ഒരു ക്രമീകരണം വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. മദിൻ അക്കാദമിയുടെ മദിൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഐഫ്രീ ഷാർട്ട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫിയാറ എന്ന് പറയുന്നൊരു എക്സ്പോ കാണാൻ വന്നിട്ടുള്ളത്. എക്സ്പോ എന്താണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ എക്സിബിറ്റേഴ്സ് തന്നെ നമ്മളുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് ഫിയാറ എക്സ്പോ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ ഇവിടെ ഫിയാറ എക്സ്പോൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഐഫ്രിഷ് എന്ന് പറഞ്ഞ നമ്മളെ മഅദിൻ അക്കാദമീൻ്റെ നമ്മുടെ ഹയർ സെക്കൻഡറി കീഴിലുള്ള നമ്മളെ ആർട്സ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു എക്സ്പോ ഒരുക്കിയിട്ടാണ്. അപ്പോൾ നമ്മളെ യൂണിയൻ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ ആലോചിച്ചു ആദ്യം ഏത് തീം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമുക്ക് പിന്നെ ധാരാളം തീമുകൾ, ഇപ്പോൾ ഏത് തീം അവൈലബിൾ ആക്കാം എന്നുള്ളത് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാവരിൽ നിന്നും ചർച്ച വന്നപ്പോൾ ഇങ്ങനെ ജീവിതം ഇതുവരെ എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയും, അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉസ്താദുമായി കടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഒരു വിഷയം അത് ജീവിതം ഇതുവരെ ഉസ്താദിൻ്റെ പുസ്തകവുമായി ആസ്പദമാക്കിയിട്ടൊരു എക്സ്പോ ചെയ്യാന്നുള്ള തീമിലേക്ക് നമ്മൾ വരികയുണ്ടായത്. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കുമ്പോൾ പിന്നെ ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചുവട് വെച്ചൊരു സ്ഥലം എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയത്തക്ക വിധത്തിലുള്ളൊരു സ്ഥലമാണ് കടലുണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കടലുണ്ടിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരേണ്ടത് ബുഖാരി സാദാത്യങ്ങളെ കുറിച്ച് അവരാണ് ആദ്യമായിട്ട് സ്ഥിരമായിട്ട് അതായത് നമ്മുടെ ഇസ്ലാമിലേക്ക് സാദാത്യങ്ങൾ വന്നു. ബ്രിട്ടീഷുകാരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയതിന് ശേഷം പിന്നെ ഇസ്ലാം മതം കേരളത്തിലേക്ക് ഉത്ഭവിച്ച് സാദാത്യങ്ങൾ ഇങ്ങോട്ട് എത്തിയതിന് ശേഷം സ്ഥിരതാമസമാക്കിയ ഒരു പ്രഥമ സയ്യിദന്മാരുടെ കുടുംബമാണ് ബുഖാരി സാദാത്യങ്ങൾ. അപ്പോൾ അവരുടെ കുറിച്ചുള്ളൊരു കൊളാഷാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഉസ്താദിൻ്റെ ബാല്യകാലം, ജനനം, അതുപോലെ തന്നെ ഉസ്താദിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, വീട്ടിൽ നിന്ന് തന്നെ ഉസ്താദിൻ്റെ ഗുരു, ഉസ്താദിൻ്റെ പിതാവ്, അന്യപിതാവ് സയ്യിദ് അഹമ്മദ് അൽ ബുഖാരി തങ്ങളിൽ നിന്ന് തന്നെ നേടി ആ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു മിനിയേച്ചർ സെറ്റ് ചെയ്തിട്ടാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഉസ്താദിൻ്റെ ഒരു തറവാടിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമ്മൾ ചെറിയ രൂപത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കടലുണ്ടിയിലോട് പറയുമ്പോൾ സാദാത്യങ്ങളിൽ നിന്ന് മാറി കടലുണ്ടിയുടെ ഒരു ചരിത്രം, നമ്മുടെ 14ാം നൂറ്റാണ്ടിൽ കേരളമൊക്കെ സന്ദർശിച്ച പ്രസിദ്ധ മൊറോക്കൻ സഞ്ചാരിയായിട്ട് ഇബ്നു ബത്തൂത്തയൊക്കെ വന്ന സമയത്തുള്ള കാര്യങ്ങളും അതിൻ്റെ ഫീച്ചറുകളുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പിന്നെ ഗൂഗിൾ പോലുള്ള സാധനങ്ങളിൽ നിന്ന് റിസർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ കടലുണ്ടിയുടെ ആകമാന ഒരു രൂപമാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള പ്രഥമ നേതാക്കന്മാർ അന്നത്തെ കാലത്ത് നമ്മുടെ മുസ്ലിം ഇസ്സത്തിന് പിന്നെ കാരണക്കാരായിട്ടുള്ള അന്നത്തെ മുസ്ലിം മാപ്പിളമാർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അന്നത്തെ വലിയ ധീരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ഈ ഒരു ഇതിലൂടെ ഓർമ്മിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ഒരു കടപ്പാടായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് കുറച്ച് കാര്യങ്ങളുള്ളത് പിന്നെ പത്ര കട്ടിങ്സാണ്. ഇതൊക്കെ ഒറിജിനൽ കോപ്പിയാണ്. ഇത് നമ്മൾ ഇവിടുത്തെ നമ്മളെ ഒരു ഉസ്താദായിട്ടുള്ള അസ്ലം ഹസനി ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ശേഖരിച്ചതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉസ്താദിനെ 2004 ഒക്ടോബർ 6 അന്നത്തെ പത്രമാണിത്. അപ്പോൾ അന്ന് ഉസ്താദിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ അവിടെ വരെയുള്ള പത്ര കട്ടിങ്സാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ടേണിംഗ് പോയിൻ്റ്, ഉസ്താദ് ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് പഠിക്കാൻ പോയ ആ ഒരു സംഗതിയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാഖിയാത്തിൻ്റെ, അതായത് ഉസ്താദ് പഠിച്ച പ്രഥമ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടുത്തെ പഠന രീതി എങ്ങനെയാണ് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ഉസ്താദ് എത്തിപ്പെട്ടത്, പിന്നെ 2 വർഷത്തെ പഠനത്തിന് ശേഷം ഉസ്താദ് പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കൊളാശിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഉസ്താദിൻ്റെ
ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉസ്താദിൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഓരോ ഡെസ്റ്റിനേഷൻ, അതായത് ഉസ്താദിൻ്റെ പഠനം എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളതെടുത്ത് ഉസ്താദിൻ്റെ വിദ്യാഭ്യാസ വർഷങ്ങളിൽ 1969 മുതൽ 1986 ഉസ്താദ് ബാഖിയാത്തിൽ നിന്ന് ബിരുദം നേടി ഇറങ്ങുന്നത് വരെയുള്ള മൊത്തം കാര്യങ്ങളാണ്. കടലുണ്ടി മാപ്പിള സ്കൂൾ 1970, 1974 കരുവന്തിരുത്തി മഠത്തിൽ പാഠം, ഇമാദുൽ ഉലൂം മദ്രസ 1976 കടലുണ്ടി സൗത്ത് ജുമാ മസ്ജിദ് ദർസ്, 1978 ഓമശ്ശേരി റഹ്മാനിയ ജുമാ മസ്ജിദ്, ശേഷം 1979 കാടാമ്പുയ ബാലവി ജുമാ മസ്ജിദിൽ, 1983 ചെറുവത്തൂർ മടക്കരുത്തി പഴയ ജുമാ മസ്ജിദ്, 1984 ഉസ്താദ് ബാഖിയാത്തിൽ എത്തുന്നത്. ശേഷം തുടർ പഠനം 2 വർഷത്തെ തുടർ പഠനത്തിന് ശേഷം 1986 ഉസ്താദ് എന്ത് ചെയ്യുന്നത്, ബാഖിയാത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ശേഷം ഇതൊക്കെ പത്ര കട്ടിങ്സാണ്. ശേഷം ഉസ്താദ് ആ വർഷം തന്നെ ജൂൺ 16 ഉസ്താദ് എവിടെ എത്തുകയാണ്, പിന്നെ കോണോമ്പാറയിൽ എത്തുകയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ കോണോമ്പാറ എത്തി. അപ്പോൾ ഉസ്താദ് ജോലി, ഉസ്താദിൻ്റെ ഉപ്പയും അതേപോലെ തന്നെ ഉസ്താദിൻ്റെ വന്യഗുരുവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കിട്ടുന്ന ജോലി ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള ഉസ്താദിൻ്റെ ഒരു മനക്കരുത്ത് കൊണ്ട് തന്നെ ഉസ്താദ് എന്ത് ചെയ്തു, ധാരാളം ആൾക്കാർ പിന്തിരിപ്പിച്ചെങ്കിലും ഉസ്താദ് കോണോമ്പാറയിലേക്ക് ജോലി ആവശ്യാർത്ഥം വരികയും അവിടെ അന്നത്തെ മുസ്ലിം, അതായത് മലപ്പുറത്തെ മാപ്പിളാര അവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൊളാശാണിത്. അന്നത്തെ 18ാം നൂറ്റാണ്ടിലൊക്കെ ഹൈദരാബാദിൽ നിന്ന് വന്ന അന്ന് സാമൂതിരികളുടെ ഭരണസമയമാണ്. മലപ്പുറം ജില്ല സാമൂതിരികളുടെ ഭരണകാലത്തുള്ള സമയത്താണ് പിന്നെ ഇസ്ലാം മതം മലപ്പുറത്തേക്ക് വരുന്നതും. അങ്ങനെ അന്നത്തെ ഇസ്ലാമിൻ്റെ ഒരു കണ്ടീഷൻ, ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം 1997 മഅദിൻ്റെ ഉത്ഭവം, അത് ആ തറയിമാൽ പള്ളിയിലേക്ക് ഉസ്താദ് പിന്നെ ചുവട് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മലപ്പുറത്തിൻ്റെ മാപ്പിള പൈതൃകത്തെ പറയുന്നു. ശേഷം 1997 118 വിദ്യാർത്ഥികളെ കൊണ്ട് പിന്നെ തറയിന്മാൽ പള്ളിയിലേക്ക് എത്തുകയും പിന്നെ വളരെ ചുരുങ്ങിയ, അതായത് ഷിഫ്റ്റായിട്ട് വരെ ഉറങ്ങുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പിന്നെ വലിയ ക്യാമ്പസുകളിലേക്ക് മാറിയ മഅദിൻ്റെ ചരിത്രം തുടങ്ങുന്ന തറയിന്മാൽ പള്ളിയുടെ ഒരു സെഷനാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് ഉസ്താദിൻ്റെയും പിന്നെ ഇവരെയൊക്കെ ദർസ് നടക്കുന്ന ചെറിയ ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊളാശാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ പ്രതിവാരങ്ങൾ, സിറാജ് തുടങ്ങിയ പത്രങ്ങളിൽ വന്ന പത്ര കട്ടിങ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മളുള്ളത് പിന്നെ 2001 ഡിസംബറിലുള്ള അൽ-ഇർഫാദ് എന്ന് പറയുന്ന മാസികയാണ്. ഇതിൽ മഅദിൻ്റെ ഫീച്ചർ ഇവിടെ അറിവിൻ്റെ പുതിയ സൂര്യോദയങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2001 ഡിസംബർ, ഒറിജിനൽ കോപ്പിയാണ്. പിന്നെ അന്ന് വില 8 രൂപ ഉള്ളൂ. അൽ-ഇർഫാദ് എന്ന് പറയുന്നുണ്ട് ഒരു മാസികൻ്റെ. അതേപോലെ തന്നെ പല മാസികകളിലും ടൈം ലൈൻ പോലത്തെ മാസികകളിൽ മഅദിൻ്റെ ഫീച്ചറുകൾ വന്നതാണ്. ഇനി നെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ 1997 വരെ പറഞ്ഞു മഅദിൻ്റെ കഥ. ഇനിയിപ്പോൾ 1997 മുതൽ മഅദിൻ അക്കാദമിയായിട്ട് 2025 വരെ മഅദിൽ നടന്ന മേജർ ഇവൻറ്റ്സ്, അതുപോലെ എങ്കോമിയം, അതുപോലെ തന്നെ വൈസേനയും പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു കൊളാഷാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ ഉസ്താദിൻ്റെ യാത്രകളെക്കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ്. തങ്ങൾ ഉസ്താദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഓരോ മെയിൻ പോയിൻറ്റുകൾ, അത് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഈ സംസ്കാരങ്ങൾ കൊണ്ടുവരുന്നത്, നടപ്പിലാക്കുന്നത്, അതെങ്ങനെയാണ് മഅദീനിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നത് വലിയ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ മഅദീനിലേക്ക് വലിയ ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ഉസ്താദിൻ്റെ യാത്രകളെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഏരിയയാണിത്, ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഭൂമി എന്ന് വെച്ചാൽ വലിയ ഉസ്താദ് സന്ദർശിച്ച രാജ്യങ്ങൾ ഭൂമിയിൽ അടയാളപ്പെടുത്തി എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടാണ് എക്സ്പോക്ക് വരുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ കാണും. ഈ ഒരു സെക്ഷൻ എന്നുള്ളത് നമ്മളെ മഅദിൻ്റെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇമേജിനറി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ വലിയ ഉസ്താദിൻ്റെ കുട്ടികളുമായിട്ടുള്ള സിറ്റിങ്ങിലും മറ്റ് പ്രഭാഷണങ്ങളും ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഇനിയുള്ള ഒരു കാലഘട്ടത്തിലേക്കല്ല നിങ്ങൾ വിദ്യാഭ്യാസം പഠിക്കുന്നത്, മറിച്ച് 2040, 50 ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള വിദ്യാർത്ഥികൾ അന്നത്തെ സമൂഹത്തോട് ഇസ്ലാം പ്രബോധനത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനു വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഉസ്താദ് പറയാറുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ സയൻസ് തന്നെ മോഡേൺ എറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേന് എന്തായാലും റോബോട്ടിക്സ് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരുടെ തിയറികൾ, അവരുടെ വേർഡ്സുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ ഉസ്താദിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ ഇപ്പോൾ ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മഅദിലിന് സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒന്ന് മഅദിൻ സയൻസ് റിസർച്ച് സെൻ്ററാണ്, മറ്റൊന്നാണ് മഅദിൻ റോബോട്ടിക് റിസർച്ച് സെൻറ്റർ.
ശരിക്കും സയൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ റോബോട്ടിക്സ് എന്നുള്ളത്. പക്ഷേ റോബോട്ടിക്സ് എന്നുള്ളത് കൂടുതലായിട്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് ആകുമ്പോഴത്തേന് മറ്റൊരു ശാഖയായി മാറാൻ സാധ്യതയുണ്ട്. അത്രത്തോളം വലിയൊരു വിശാലമായിട്ടുള്ള ശാഖയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് എഞ്ചിനീയറിങ് ആ ഒരു സംഭവങ്ങൾ മാത്രം, മെഷീൻ ബിൽഡിംഗ് ഒക്കെയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സയൻസ് റിസർച്ച് സെൻറ്റർ ആവുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതോടൊപ്പം തന്നെ സയൻസിൻ്റെ കടന്നുകയറ്റം മൂലം മാനുഷിക മൂല്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കൂടെ വിദ്യാർത്ഥികളിലേക്ക് സയൻസ് പഠനത്തോടു കൂടി നൽകുക. ഒപ്പം ഇസ്ലാമിക് ഹദീസുകൾ, ഖുർആനുകൾ, മറ്റു സംഭവങ്ങൾ എത്രത്തോളം സത്യമാണ് അത് പുതിയ തലമുറയിലേക്ക് എത്തിക്കുക. മതപ്രബോധനത്തിൻ്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉസ്താദിൻ്റെ ജീവിതം ഇതുവരെ എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകത്തിൽ ഉസ്താദ് അവസാനം പറഞ്ഞു വെക്കുന്നൊരു വാക്കുണ്ട്. ഉസ്താദിൻ്റെ ഇനിയുള്ള അംബീഷൻ എന്ന് പറഞ്ഞാൽ ഒരു IAS കാരനായിട്ടുള്ള അദനി മാദിൽ നിന്ന് വരണം, അതുപോലെ തന്നെ നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള ഒരു അദനി മാദിൽ നിന്ന് വരണം. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടികളിലേക്ക് ത്രൂ ഇട്ട് കൊടുക്കുന്ന എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അവർ സെറ്റ് ചെയ്തിട്ടാണ്. നമ്മളിങ്ങനെ തീമുകൾ തിരയുന്ന സമയത്ത് പല തീമുകളും നമ്മളെ മുന്നിലുണ്ട്. റബി ലെവലാണ്, ഇപ്പോൾ റബീൻ്റെ തീം എടുക്കാം. അങ്ങനെ പലവിധമായ തീമുകളുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ആലോചിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ എന്നൊരു ബുക്ക് അവിടെ കാണാനിടയായത്. അങ്ങനെയാണ് നമ്മൾ ഈ തീം എടുക്കുന്നത്. ഈ തീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ചുറ്റുപാട് മാറ്റാൻ ശ്രമിക്കുകയാണ്, കാഴ്ചപ്പാടുകൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ തീം ഇട്ട് കൊടുക്കുന്നതിലൂടെ ഓലുള്ളിലുള്ള കാഴ്ചപ്പാട് ഓട്ടോമാറ്റിക്കായിട്ട് ഉസ്താദിൻ്റെ ജീവിതം ഇതുവരെ എങ്ങനെയായിരുന്നു, അവൻ ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതിലാണല്ലോ ഉസ്താദ് ഇത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുട്ടികളെ കാഴ്ചപ്പാട് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഐഫ്രിഷിന് ജീവിതം ഇതുവരെ എന്നുള്ളൊരു തീം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. വളരെ അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് ആർട്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇവിടെ നടത്തിയത്. തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതാനുഭവങ്ങളെ നേർസാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ആർട്സ് ഫെസ്റ്റിവലിന് അവർക്ക് മാറ്റാൻ സാധിച്ചു. ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളിലും ഒരു സ്വയം ഉത്തേജനം ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ആവുന്ന രീതിയിലേക്ക് ഈ ആർട്സ് ഫെസ്റ്റിവലിനെ മാറ്റാൻ ഇവിടുത്തെ യൂണിയൻ ഭാരവാഹിക്ക് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കിതാബുകളൊപ്പം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഭൗതികം എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതം ഇതുവരെ എന്നുള്ളത്. ഉസ്താദിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് ഉസ്താദിൻ്റെ ബാല്യകാലത്തിലൊരു പ്രസംഗത്തെ പറ്റിയിട്ട്. അപ്പോൾ ആ കൗമാരപ്രായത്തിൽ 5 മിനിറ്റ് പോലും പ്രസംഗിക്കാൻ പറ്റാത്ത ആ ഖലീൽ തങ്ങളിൽ നിന്ന് G20 പോലത്തെ അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ വരെ പ്രമുഖരെ അഭിസംബോധന ചെയ്യുന്നൊരു പ്രമുഖ വ്യക്തിത്വമായി മാറുന്ന ഒരു തങ്ങൾ ഉസ്താദിനെ, ഒരു ബദർ ഉസ്താദിനെയാണ് നമ്മൾ ജീവിത ഇതുവരെയിലൂടെ ഉസ്താദിനെ കാണുന്നത്. മാതിരി പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മെ സംബന്ധിച്ച് തങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾ മോഡലാണ്. അതുകൊണ്ട് തങ്ങൾ ഉസ്താദിൻ്റെ ജീവിത ലോകത്തെ ഓരോ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ പ്രമേയത്തെ ഉദ്ദേശം. ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഉസ്താദിൻ്റെ ഊർജ്ജം, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ, അതിനുവേണ്ട കഷ്ടപ്പാടുകൾ എത്രത്തോളമാണ്. ഒരു ലക്ഷ്യമെത്തിയാൽ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഉസ്താദിൻ്റെ നോട്ടം എത്രത്തോളമാണെന്നുള്ളതാണ് ഉസ്താദിൻ്റെ ഇതിലൂടെ പറയുന്നത്. ഉസ്താദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാതാപിതാക്കളെ, അതുപോലെ ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിക്കുക എന്നതൊക്കെ എന്നുള്ളത് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാടാണ്. അഥവാ അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നത് നമ്മൾ ജീവിതം ഇതുവരെ എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ആ പ്രമേയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പോ മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാക്കിയത്. ഇത്തരം പ്രമേയം ആർട്സ് ഫെസ്റ്റിലേക്ക് ഇത്തരം ഒരു പ്രമേയം വന്നപ്പോൾ എന്താണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോൾ എന്താണ് തോന്നിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പ്രധാനമാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഭക്ഷണം സെലക്ട് ചെയ്തു എന്നുള്ളത്. ഒരു ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്രമേയങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതൊന്നും സെലക്ട് ചെയ്യാതെ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ജീവിതം ഇതുവരെ എന്നുള്ള ആ പ്രമേയത്തെക്കുറിച്ച് തന്നെ പഠിക്കുന്നു, അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള എക്സ്പോ നടത്തുന്നു എന്നുള്ള ആ വൈ ഫാക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ വൈ ഫാക്ടറിനെ കുറിച്ചിട്ടാണ് കുട്ടികൾ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചിരുന്നത്. കാരണം അവരുടെ മുന്നിൽ ചലിക്കുന്ന ഒരു റോൾ മോഡൽ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മറ്റുള്ള ഒരു റോൾ മോഡൽ അന്വേഷിച്ച് പോവേണ്ട എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണം, ഒരു തയ്യാറെടുപ്പായിരുന്നു ഈ എക്സ്പോയിലൂടെ കുട്ടികളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആശയം അഥവാ നമ്മുടെ മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു സംരംഭം, ഒരു എക്സ്പോ കുട്ടികൾ തുടങ്ങാൻ കാരണം നമ്മുടെ ഉസ്താദിൻ്റെ ജീവിത ആ വഴികാട്ടി
അതിൻ്റെ ആ നേതൃത്വം അതിന് ഒരുപാട് ഇപ്പോൾ ഈ മഅദിൻ അക്കാദമി എന്ന് പറഞ്ഞ ഒരുപാട് ഉസ്താദ് ഒരുപാട് പ്രതിസന്ധികൾ ഇതിനിടയിൽ നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ളത് ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും. അതുപോലെ തന്നെ ഇനി വരുന്ന ഒരുപാട് കാഴ്ചപ്പാട് ഇനി വരുന്ന തലമുറകൾക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ ഉസ്താദ് ജീവിതത്തിൽ ഇത് പകർത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വലിയ പ്രതീക്ഷകൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉസ്താദിൻ്റെ വലിയ സ്വപ്നങ്ങളാണത്. ഇതൊന്നും അല്ല, കാലത്തിനപ്പുറത്തേക്ക് നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു എന്നത് തന്നെ ആണ് ഇതിൻ്റെ പ്രമേയം. നമ്മൾ കണ്ടതുപോലെ തന്നെ മഅദിൻ അക്കാദമിയുടെ ഉത്ഭവം വരുന്ന കടലുണ്ടി തറവാട്ടിൽ നിന്ന് തുടങ്ങി 2050 കഴിയുമ്പോൾ മഅദിനിൽ ഉണ്ടാവാൻ പോകുന്ന റോബോട്ടിക് സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററും സയൻസ് അക്കാദമികളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വിഷനിലൂടെ കുട്ടികൾക്ക് ഇത്രയും മനോഹരമായിട്ട് ആവിഷ്കരിക്കാൻ സാധിച്ചത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളെന്ന അവരുടെയൊക്കെ എല്ലാവരുടെയും ഉസ്താദാണ്. ഉസ്താദിൻ്റെ ജീവിതം മാത്രമാണ് ഇവരുടെ മുന്നിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ തന്നെ ചലിക്കുന്ന ഒരു റോൾ മോഡലാണ് ഉസ്താദ്. അതിൻ്റെ യഥാർത്ഥ മുഖചിത്രമാണ് ഈ ഫിയാറ എക്സ്പോയിലൂടെ കുട്ടികൾ നമുക്ക് വരച്ച് കാണിച്ചു തന്നത്. മഅദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്സ്പോ സെൻറ്ററിൽ നിന്നും ഹയർ സെക്കൻഡറി അധ്യാപകർക്കും കുട്ടികൾക്കുമൊപ്പം ടീം മഅദിൻ അപ്ഡേറ്റ്സ്.